ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സയൻസ് SQP 2024-25 ദ ഹ്യൂമൻ ഐ ആൻഡ് ദി കളർഫുൾ വേൾഡിലെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈപ്പർമെട്രോപ്പിയ ആൻഡ് മയോപ്പിയ ഇൻ ടേംസ് ഓഫ് ദി ഒപ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ? അപ്പോൾ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് ഫാർ സൈറ്റഡ്നെസ് ആണ്. ഓക്കെ, ഫാർ സൈറ്റഡ്നെസ്. എ പേഴ്സൺ വിത്ത് ഹൈപ്പർമെട്രോപ്പിയ ക്യാൻ സീ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്ലിയർലി ബട്ട് കനോട്ട് സീ നിയർ ബൈ ഒബ്ജക്ട്സ് ഡിസ്റ്റിങ്ക്ട്ലി. അപ്പോൾ നിയർ ബൈ ഒബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല ഹൈപ്പർമെട്രോപ്പിയ ബാധിച്ച ആളുകൾക്ക്. അപ്പോൾ ഈ പേര് കണ്ടോ, ഹൈപ്പർമെട്രോപ്പിയ, ഭയങ്കര ലോങ് ആയിട്ടുള്ള പേരാണ് അല്ലേ. ഭയങ്കര ലോങ് ആയിട്ടുള്ള പേരായതുകൊണ്ട് തന്നെ ഇത് ലോങ് സൈറ്റ് ആണെന്ന് മനസ്സിൽ വരണം. ഓക്കെ, ചില കുട്ടികൾക്കെങ്കിലും ഹൈപ്പർമെട്രോപ്പിയയും മയോപ്പിയയും പെട്ടെന്ന് പേരിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് വരാണ്ടിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഹൈപ്പർമെട്രോപ്പിയ ലോങ് ആയിട്ടുള്ള ഒരു പേരാണ്. ലോങ് സൈറ്റ് എന്ന് ഓർക്കുക. ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ലോങ്ങിൽ മാത്രമേ കാണാൻ പറ്റൂ, ദൂരെയുള്ളതേ കാണാൻ പറ്റൂ എന്ന് മാത്രം ഓർത്തിരിക്കാം. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്തിരുന്നാൽ നമുക്ക് മറ്റതെല്ലാം എഴുതാൻ പറ്റും. മയോപ്പിയ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ ഷോർട്ട് സൈറ്റ്നെസ് എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതൊക്കെ, അല്ലാതെ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഷോർട്ട് ആയിട്ടുള്ള ഒരു നെയിമാണ് അല്ലെ മയോപ്പിയ, അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് നിയർ സൈറ്റഡ്നെസ് എന്നും കൂടി പറയും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒപ്റ്റിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും ഒരാളുടെ എന്നാണ്. അപ്പോൾ എ പേഴ്സൺ വിത്ത് മയോപ്പിയ ക്യാൻ സീ നിയർ ബൈ ഒബ്ജക്ട്സ് ക്ലിയർലി. ഷോർട്ട് ആയിട്ടുള്ള സൈറ്റാണ്. ഷോർട്ട്, വളരെ അടുത്തുള്ള നിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി കാണാൻ പറ്റും. പക്ഷേ ലോങ് ഡിസ്റ്റൻസിലുള്ളതൊന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വേർതിരിച്ചൊന്നും കാണാൻ പറ്റില്ല. എന്തോ അവിടെ ഉണ്ട് എന്ന് അറിയുന്നല്ലാതെ ക്ലിയർ ആയി കാണാൻ പറ്റില്ല. ഓക്കെ, the diagram below shows a special case of an eye defect. What is the defect that is shown in the figure? അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, എന്തോ ഒരു ഐ ഡിഫക്റ്റ് ആണ്. ഇയാളുടെ റെറ്റിനയിൽ പതിക്കാണ്ട് ഒബ്ജക്റ്റിന്റെ ഇമേജ് കുറച്ച് ദൂരെ പോയിട്ടാണ് ഇത് കൺവേർജ് ചെയ്ത് ഫോക്കസ് ആവുന്നത്. അപ്പോൾ അയാൾക്ക് ഈ ഒരു ഒബ്ജക്റ്റ് അടുത്തിരിക്കുമ്പോഴാണ് അയാൾക്ക് എന്താ പറ്റുന്നത്, അതായത് ദൂരെയുള്ള പോയിന്റിലായിരുന്നെങ്കിൽ അയാൾക്ക് കറക്റ്റായിട്ട് റെറ്റിനയിൽ കൺവേർജ് ചെയ്തേനെ. പക്ഷെ കുറച്ചുകൂടെ അടുത്ത് വന്നപ്പോൾ അയാളുടെ റെറ്റിനയിൽ പതിക്കാണ്ട് അത് കുറച്ച് ബാക്കിലേക്കാണ് കൺവേർജ് ആയത്. ഓക്കെ, ഒരു പോയിന്റിലേക്ക് കൺവേർജ് ആയത്. അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ദൂരെ അടുത്തുള്ളത് കാണാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദൂരെ ഉള്ളതാണ് കാണാൻ പറ്റുക. ലോങ്ങിലുള്ള സൈറ്റാണ്. ലോങ് സൈറ്റ് ഏതാണ്? ഹൈപ്പർമെട്രോപ്പിയാണ്. ഹൈപ്പർമെട്രോപ്പിയാണ് ഈ ഐ ഡിഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വൺ കോസ് ഫോർ സച്ച് ഡിഫക്റ്റ്. ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് വളരെ കൂടുതലായി പോയതുകൊണ്ടായിരിക്കാം ഒന്നെങ്കിൽ ആ ഫോക്കസ് ആയത് ദൂരെ ആയിപ്പോയത്. ഓക്കെ, ഫോക്കൽ ലെങ്ത് കൂടിപ്പോയ ഒരു ലെൻസ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഐബോൾ കണ്ടു, ഈ ഐബോള് ചെറുതായതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ 2 റീസൺസിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ഈ ഐ ഡിഫക്റ്റ് ഹൈപ്പർമെട്രോപ്പിയ ഉണ്ടാവാനുള്ള കാരണം. ഒരു റീസണേ ചോദിച്ചുള്ളൂ. നമ്മൾ സമയം ഉണ്ടെങ്കിൽ 2 എഴുതാം, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും എഴുതിയാൽ മതി. ദിസ് ഡിഫക്റ്റ് അറൈസസ് ഐദർ ബിക്കോസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ ലെൻസ് ഇസ് ടു ലോങ് ഓർ ദ ഐബോൾ ഹാസ് ബിക്കം ടു സ്മോൾ. എന്നാലല്ലേ ഇത് പുറത്തേക്ക് പോവുള്ളൂ. ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ പുറത്ത്, ഐബോളിന്റെ പുറത്ത് കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാമെന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ അത് പുറത്ത് പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ബോൾ ചെറുതായിരിക്കണം, ഐബോൾ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കണം. നമുക്ക് ലോജിക്കലി മനസ്സിലാവുമല്ലോ. എക്സ്പ്ലെയിൻ വിത്ത് റീസൺ ഇഫ് എ കോൺകേവ് ലെൻസ് ക്യാൻ ബി യൂസ്ഡ് ടു കറക്റ്റ് ദ ഡിഫക്റ്റ്. ഓക്കെ, ഇവിടെ ഒരു കോൺകേവ് ലെൻസ് വെച്ചാൽ എന്താ സംഭവിക്കുക? ആക്ച്വലി ഇത് വീണ്ടും ഡൈവേർജ് ആയി പോവല്ലേ ഉള്ളൂ. കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഡൈവേർജ് ചെയ്യുന്ന ലെൻസ് ആണ് അല്ലെ. പിന്നെയും ഡൈവേർജ് ചെയ്താൽ പിന്നെയും ദൂരത്തേക്കല്ലേ ഇമേജ് ഫോർമേഷൻ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനൊരിക്കലും കോൺകേവ് ലെൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. A concave lens spreads out light rays making them diverge, which is not what is needed for hypermetropia. ഹൈപ്പർമെട്രോപ്പിയയ്ക്ക് പെട്ടെന്ന് കൺവേർജ് ആക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്, ഡൈവേർജ് ചെയ്യിപ്പിക്കുക അല്ല വേണ്ടത്. വേർ ദ ലൈറ്റ് നീഡ്സ് ടു ബി ഫോക്കസ് മോർ ടു റീച്ച് ദ റെറ്റിന. അപ്പം കോൺകേവ് ആണെങ്കിൽ പിന്നെയും റെറ്റിനയിലേക്ക് പതിക്കാൻ കഷ്ടപ്പാടാണ് ഉണ്ടാവുക. അപ്പോൾ കോൺകേവ് ലെൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം യൂസ് ചെയ്യുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുക ഹൈപ്പർമെട്രോപ്പിയയ്ക്ക്. കാരണം ദൂരെ പോയി കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റ് പറ്റില്ല, അത് റെറ്റിനയിൽ തന്നെ വന്ന് ഫോക്കസ് കറക്റ്റായിട്ട് വന്ന് വീഴണം. അതിനുവേണ്ടി കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്ത് അതിനെ കൺവേർജ് ചെയ്യിപ്പിച്ച് നമ്മൾ റെറ്റിനയിൽ പതിപ്പിക്കും. അപ്പോൾ കറക്റ്റ് ചെയ്യുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഇനി വേറൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ കോസസ് ഓഫ് മയോപ്പിയ ഇൻ ദ ഹ്യൂമൻ ഐ? മയോപ്പിയ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ് ആണ് അല്ലേ. ദിസ് ഡിഫക്ട് മേ അറൈസ് ഡ്യൂ ടു എക്സസീവ് കർവേച്ചർ ഓഫ് ദ ഐ ലെൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ പറഞ്ഞത് ഫോക്കൽ ലെങ്ത് കൂടിപ്പോയത് കൊണ്ടായിരിക്കാം ഹൈപ്പർമെട്രോപ്പിയയ്ക്ക്. ഇപ്പം ഇവിടെ എന്ന് പറയുന്നത് എക്സസീവ് കർവേച്ചർ കാരണം എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കുറഞ്ഞു പോവാണ്. ഫോക്കൽ ലെങ്ത് ചെറുതാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഇത് കൺവേർജ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് വരും. അങ്ങനെ ചെയ്യുന്നതാണ് മയോപ്പിയയുടെ കാരണം. അല്ലെങ്കിൽ ഈ ഐബോള് വലുതായിരിക്കും. ഐബോള് വളരെ വലുതായി പോയാലും
എന്താണ് ദൂരെ ഇവിടെ കൺവേർജ് ചെയ്യേണ്ടതിന് പകരം ഈ ഒരു പോയിന്റിൽ ലൈറ്റ് കൺവേർജ് ആയി പോകും, റെറ്റിനയുടെ മുന്നേ കൺവേർജ് ആയി പോകും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഐബോൾ വലുതായിരിക്കും, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് ചെറുതായിരിക്കും. ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ചെറുതെന്ന് പറഞ്ഞാൽ ആ ലെൻസ് കുറച്ചുകൂടെ കർവ്ഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് മയോപ്പിയ സംഭവിക്കുന്നത്. മയോപ്പിയ എങ്ങനെ കറക്റ്റ് ചെയ്യാം? കോൺകേവ് ലെൻസ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. അതായത് ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റില്ല, അടുത്തുള്ളത് മാത്രമേ കാണാവുള്ളൂ. ദൂരെയുള്ള ഒബ്ജക്റ്റ് വെച്ചാൽ അത് ഈ ലെൻസിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ കൺവേർജ് ആയിട്ട് റെറ്റിനയുടെ മുന്നിൽ തന്നെ അത് ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ ആൾക്കൊന്നും ക്ലിയർ ആയിട്ട് കാണില്ല. അതിന് മുന്നേ നമ്മളൊരു കോൺകേവ് ലെൻസ് വെച്ചാൽ അത് ഇവിടെ നിന്ന് ഡൈവേർജ് ചെയ്ത് കുറച്ചും കൂടെ ദൂരം പോയിട്ട് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് റെറ്റിനയിൽ കറക്റ്റായിട്ട് പതിക്കും. അങ്ങനെ നമുക്ക് കറക്റ്റായി കാണാൻ പറ്റും. ഇവിടെയാണ് കോൺകേവ് ലെൻസിന്റെ ആവശ്യം. അപ്പോൾ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഓൾറെഡി ഞാൻ ലൈറ്റ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ കളർ റേസ് ഓഫ് ഫോർ എ ആൻഡ് ബി. നമുക്കറിയാം വേവ് ലെങ്ത് കൂടിയ റേക്ക് ഒരിക്കലും ഒരുപാട് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ സൈക്കിളിൻ്റെ കാറിൻ്റെ ഒക്കെ എക്സാമ്പിൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേവ് ലെങ്ത് കൂടിയ റേക്ക് കളറിന് എന്ത് പറ്റില്ല, ഒരുപാട് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ ആളാരാണ്? റെഡ് ആണ്. ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്ക് ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വയലറ്റ് ആണ്. ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, റെഡും വയലറ്റും ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.